മാത്രമല്ല, ഏതേതെല്ലാമാണ് അദ്ദേഹത്തെ ഭൂമിയിൽ സാധ്യമാക്കിയത്, അതിനേക്കാൾ അദ്ദേഹത്തെ ആവശ്യപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ ഗാന്ധി അതിശക്തമായി പുനർജനിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ആരംഭമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇരുട്ട് കൂടുമ്പോൾ വിളക്ക് കത്തിക്കാതിരിക്കാനാവില്ല. ഗാന്ധി നിശ്ചയമായും തിരിച്ചു വരും. ബുദ്ധനെക്കുറിച്ച് എന്തെഴുതണം എന്ന് വളരെ കാലം ഞാൻ ആലോചിച്ച് ഒടുവിൽ 2 വരിയിൽ എത്തി. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്തു തന്നില്ലേ, ബുദ്ധൻ ചോദിക്കുന്നു. അതുപോലെ ബുദ്ധൻ ഒരു ചരിത്ര പുരുഷനല്ല. ഭാവിയിൽ നമ്മൾ തിരിച്ചറിയും, ഗാന്ധിയും ഒരു ചരിത്ര പുരുഷനേക്കാൾ കൂടുതലാണ്. സത്യം പറയുക പ്രയാസമാണ്, നുണ പറയുക എളുപ്പമാണ്. എന്നാലും ചിലപ്പോൾ ചില ആദർശത്തിൻ്റെ പേരിൽ നാം സത്യം തന്നെ പറയുകയും അതിൻ്റെ നഷ്ടം ഏൽക്കുകയും ചെയ്തു എന്ന് വരാം. അപ്പോൾ നമ്മളിൽ ഗാന്ധി പ്രവർത്തിക്കുന്നു. നമ്മൾ അഹിംസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഗാന്ധിയാണ്. അതുകൊണ്ട് ഗാന്ധി പല മേഖലകളിൽ നമ്മളെ അഭിസംബോധന ചെയ്യും, നമ്മളിൽ പ്രവർത്തിക്കും. ബുദ്ധൻ മറ്റൊരിക്കൽ പറയുന്നുണ്ട്, എന്താ, അത് ഞാനായിരുന്നു ആനന്ദ എന്ന്. അങ്ങനെ ഒരു ചരിത്ര പ്രതിഭാസത്തേക്കാൾ വലിയ പ്രതിഭാസമാണ് ഗാന്ധി. അടരടരായി എന്താണ് ഗാന്ധി എന്ന് കുറഞ്ഞ നേരം കൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഗാന്ധിയുടെ ഏറ്റവും വലിയ സംഭാവന ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചരിത്രം ഇതുവരെയും ഹിംസയുടെ കഥയായിരുന്നു എങ്കിൽ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ചരിത്രം അഹിംസയുടെ കഥയാണ്. അതിതാ ഇപ്പോൾ എഴുതപ്പെടാൻ തുടങ്ങിയിട്ടേയുള്ളൂ. ഹിസ്റ്ററി ഓഫ് ദി ടോർച്ചർ എന്ന് പറയുന്ന പുതിയ ഒരു പുസ്തകത്തിൽ കാലക്രമേണ നമ്മുടെ ക്രൂരതകൾ കുറഞ്ഞു വരികയാണ്, ഒറ്റപ്പെട്ടവയാണ് നാം കേൾക്കുന്നത് എന്ന് പറയും. ഇബ്ൻ ബത്തൂത്തയുടെ കാലത്ത് നമ്മൾ പറയില്ലേ, സാധാരണ പറയില്ലേ, തോലുരിയുക, അയാളെൻ്റെ തോലുരിഞ്ഞു കളഞ്ഞു എന്ന് പറയും. അത് സത്യത്തിൽ സംഭവിച്ചിരുന്നു. ഡൽഹിയിലും ഒക്കെ തോലുരിഞ്ഞു കൂട്ടിയിരുന്നു മനുഷ്യരുടെ. ഇത് ഈ ഭൂമിയിൽ നടന്നിട്ട് അധിക കൊല്ലമൊന്നുമായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാഴ്ച കാണില്ല. മനുഷ്യരെ വറുക്കാൻ വലിയ വലിയ തട്ടം ഉണ്ടാക്കുമായിരുന്നു, ഉരുളികൾ ഉണ്ടാക്കുമായിരുന്നു. അതും ഇപ്പോൾ സംഭവിക്കുന്നതല്ല. അതിക്രൂരതകൾ എന്ന് നമുക്ക് തോന്നുന്നതൊക്കെ ഭൂതകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ അത്രയൊന്നും ക്രൂരമല്ല എന്ന് കാണും. മനുഷ്യൻ അതിജീവിക്കണമെങ്കിൽ ഹിംസയുടെ മാർഗം ഉപേക്ഷിക്കണം. നമ്മുടെ ഈ ഭൂമി മുഴുവൻ അടക്കി വാണിരുന്ന ഒരു വലിയ മൃഗമില്ലേ, ദിനോസർ, എങ്ങനെയാണ് അതില്ലാതായത് എന്ന് ഗവേഷകന്മാർ പറയുന്ന ഒരു കാരണം, അത് സസ്യഭോജിയായിട്ടുള്ള ദിനോസാറുകൾ അതിൻ്റെ ഭക്ഷണമൊക്കെ തിന്നു തീർത്തു. മാംസഭോജികളായ ദിനോസാറുകൾ അത്ര വലിയ മൃഗങ്ങളാണ്. എല്ലാ മൃഗങ്ങളെയും ഇല്ലായ്മ ചെയ്തു. പിന്നെ എന്ത് ഭക്ഷിക്കും? അങ്ങനെ അത് നശിച്ചു എന്ന് പറയുന്നു. മൃഗങ്ങളൊക്കെ വിശപ്പ് മാറിയതിന് ശേഷവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു മനുഷ്യനും ഭൂമിയിൽ അവശേഷിക്കുമായിരുന്നില്ല. പക്ഷേ അവർ ഭക്ഷണം കഴിഞ്ഞാൽ, അതെ, ഏത് മാനിനും പുലിയുടെ അടുത്ത് ചെന്ന് കിടക്കാം, അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ്, വിശന്നാൽ മാത്രമേ കഴിക്കൂ. മനുഷ്യനാണ് ആ ഒരു സ്വഭാവ നൈർമല്യം ഇല്ലാത്തത്. അതുകൊണ്ട് ഈ മൃഗങ്ങളെല്ലാം അല്ലാത്തപ്പോൾ
ഒന്നിനെയും തിന്നുകയില്ല എന്നതിൻ്റെ ബലത്തിൽ ഞങ്ങളുടെ ചെലവിൽ അതിജീവിച്ചതാണ് ലോകത്തിലെ മനുഷ്യരും മറ്റെല്ലാ ജീവജാലങ്ങളും. അഹിംസയിലാണ് ഇതെല്ലാം പുലർന്നത് എന്ന് ഗാന്ധി പറയുന്നു. അതുകൊണ്ട് നമുക്കറിയാം സ്നേഹത്തിൻ്റെ ഒരു വ്യാപ്തി. അതുകൊണ്ട് ഗാന്ധി സ്നേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതണം. ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല. എഴുതപ്പെട്ടതെല്ലാം ഹിംസയുടെ ഹിസ്റ്ററിയാണ്. പക്ഷെ അത് എഴുതപ്പെടും, അത് ക്രമേണ എഴുതപ്പെടും. ഗാന്ധിയാണ് ഭൂമിക്ക് അത്തരം ഒരു ദർശനം കൊണ്ടുവന്നത് എന്ന് പറയും. ഗാന്ധിയുടെ വലിയ മറ്റൊരു കാര്യം, ഡൊണാൾഡ് ട്രംപ് ഇതാ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വീണ്ടും. ഒരു ദിവസം ചുരുങ്ങിയത് 7 നുണകൾ അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം ഭരിച്ച കാലത്ത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് കൃത്യമായി എഴുതിയിട്ടുള്ളത്. ആ 7 നുണകൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജനം മാറുകയും പൂർവാധികം ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് പോസ്റ്റ് ട്രൂത്ത് പീരീഡാണ് എന്നതിന് ഇതിലും വലിയ ഒരു തെളിവും ആവശ്യമില്ല ഭൂമിയിൽ. അങ്ങനെ സത്യം എന്ന് പറയുന്നത് എത്ര പ്രധാനമെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. സത്യവാന്മാരായ ഒരു ന്യായാധിപൻ, ഒരു രാഷ്ട്രീയ നേതാവ് നമ്മൾ കൊതിച്ചു പോകാവുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഗാന്ധിയൻ മൂല്യങ്ങളുള്ള ഒരു ന്യായാധിപനോ ഒരു പ്രധാനമന്ത്രിയോ ഒക്കെ നാം കൊതിക്കുന്നു. അതിന് കാരണം അവരിലൂടെ പുനർജനിക്കുക ഗാന്ധിയാണ്. അതുകൊണ്ടാണ് ഗാന്ധിക്ക് വിനാശമില്ല എന്ന് ഞാൻ പറയുന്നത്. സത്യവും നുണയും ഒരു കഥ നിങ്ങൾക്കറിയാം ഇല്ലേ? ഒരു കെനിയൻ ഫോക്ടെയിലാണ്. സത്യവും നുണയും സഹോദരികളാണ്. അപ്പോൾ ഈ സഹോദരികൾ ഒരു ദിവസം കുളിക്കാൻ പോകുന്നു. അങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ 2 പേരും പുഴക്കരയിൽ ഉടുപ്പുകൾ അഴിച്ചു വെച്ച് കുളിക്കുന്നു. അങ്ങനെ കുളിക്കുമ്പോൾ ഈ നുണയ്ക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. നുണ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു മനസ്സമാധാനവും ഉണ്ടാവില്ല. തലേന്ന് പറഞ്ഞത് മറന്നു പോകാതിരിക്കാൻ ഉറങ്ങാറ് പോലും ഇല്ല നുണ അല്ലേ? അതുകൊണ്ട് നുണയ്ക്ക് ഒന്നിലും മുഴുകാനാവില്ല. അതുകൊണ്ട് അത് വേഗം കുളിച്ച് കയറും. വേഗം കുളിച്ച് കയറി കരയിൽ വന്നപ്പോൾ നുണയുടെ ഉടുപ്പ് അഴിച്ചു വെച്ചിട്ടുണ്ട്, അവിടെ സത്യത്തിൻ്റെ ഉടുപ്പ് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നുണയ്ക്ക് സത്യത്തിൻ്റെ ഉടുപ്പിലല്ലേ താല്പര്യം ഉണ്ടാവും, സ്വന്തം ഉടുപ്പിൽ നുണയ്ക്ക് ഒരു താല്പര്യവും ഉണ്ടാവില്ല. അത് സത്യത്തിൻ്റെ ഉടുപ്പും ഇട്ട് പോകുന്നു. സത്യം സുഖമായി മനസ്സുഖത്തോടു കൂടി കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തിരക്കുമില്ല, പാപം ചെയ്യാത്തതിനാൽ ഒരു കുറ്റബോധവുമില്ല. അങ്ങനെ കുളിച്ച് വന്ന് കരയിൽ നോക്കിയപ്പോൾ തൻ്റെ ഉടുപ്പിരുന്നിടത്ത് നുണയുടെ ഉടുപ്പാണ് ഉള്ളത്. സത്യം നുണയുടെ ഉടുപ്പിടുമോ? ഇല്ല, അത് നഗ്നയായി നടക്കുന്നു. അതുകൊണ്ട് അപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു, അല്ല നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. അപരാധികളോ സത്യത്തിൻ്റെ ഉടുപ്പും വിട്ട് നടക്കുന്നു. നിരപരാധികൾ എല്ലായിടത്തും ചോദ്യം ചെയ്യപ്പെടുന്നു. പക്ഷേ അപരാധികൾ വാഴുന്നു നാട്. അതുകൊണ്ട് സത്യത്തിൻ്റെ ഉടുപ്പിട്ടവർ ജയിക്കുകയും ഒരു ഉടുപ്പുമില്ല. ഈ സത്യത്തിന് ഒന്നും തെളിയിക്കാനാവില്ല, അത് ക്ഷയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാലത്തിൻ്റെ പേരാണ് വാസ്തവത്തിൽ സത്യാനന്തര കാലം എന്ന് പറയുന്നു. ഗാന്ധി സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. കൊച്ചുനാളിലെ ഗാന്ധിക്ക് സത്യത്തിനോടൊരു അനുരാഗമുണ്ടായി. ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം. എന്താ ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ? കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ
ഏതെങ്കിലും ഒരു കഥ നമ്മളെ സ്വാധീനിക്കുകയും പിൽക്കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണാധികാരവും അതിന് കൈവരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം 33 വയസ്സാകുമ്പോഴേക്ക് ലോകത്തിലെ 3/4 പങ്കും കീഴടക്കിയ അദ്ദേഹത്തിൻ്റെ പിൻബലം എന്തായിരുന്നു? അത് ഈ ഫൗണ്ടേഷണൽ ലിറ്ററേച്ചറായിരുന്നു. എന്തായിരുന്നു അത്? അദ്ദേഹം പെട്ടിയിൽ ഒരു പുസ്തകം എന്നും കരുതിയിരുന്നു. ഓരോ യുദ്ധ ദിവസത്തിന് ശേഷം രാത്രി അദ്ദേഹം ഈ പുസ്തകം വായിക്കുകയും പൂർവാധികം ഊർജ്ജസ്വലനായി അടുത്ത ദിവസം അദ്ദേഹം യുദ്ധം ചെയ്യുകയും ചെയ്തു. ആ പുസ്തകം ഇലിയഡ് എന്ന കൃതിയായിരുന്നു. അക്കിലസിൻ്റെ വീരാപദാനങ്ങൾ വായിച്ച് ഊർജം കൈവരിച്ച് അദ്ദേഹം ശത്രുക്കളെ നിഗ്രഹിച്ചു കൊണ്ടിരുന്നു അടുത്ത ദിവസം. ഇതാണ് ഒരു ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ. ഗാന്ധിയെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ഹരിശ്ചന്ദ്ര കഥയായിരുന്നു ഈ ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ. എന്തായിരുന്നു ഹരിശ്ചന്ദ്രൻ്റെ കഥ? വസിഷ്ഠനും അതുപോലെ വിശ്വാമിത്രനും തമ്മിൽ വലിയ ശണ്ടയായിരുന്നു. വസിഷ്ഠനാണ് എപ്പോഴും ജയിക്കുന്നത് എന്ന് കണ്ടിട്ടും ആളുകൾക്കൊക്കെ ആദരവ് വസിഷ്ഠനാണ് എന്ന് കണ്ടിട്ടും വിശ്വാമിത്രൻ ചോദിച്ചു വസിഷ്ഠനോട്, എന്താണ് അങ്ങേക്ക് എന്നേക്കാളുള്ള മേന്മ? അദ്ദേഹം പറഞ്ഞു, ഹരിശ്ചന്ദ്രൻ്റെ യാഗത്തിൻ്റെ മേധാവിയാണ് ഞാൻ, പുരോഹിതനാണ് ഞാൻ, അതിൽ പരം എന്ത് വേണം? എന്താ ഹരിശ്ചന്ദ്രന് ഈ മികവ്? അദ്ദേഹം സത്യം പരിപാലിക്കുന്നു. അപ്പോൾ ഹരിശ്ചന്ദ്രൻ ഏത് മാനദണ്ഡത്താലാണോ ഈ വിധത്തിൽ വലിയ ആളായിരിക്കുന്നത്, ആ മാനദണ്ഡം തകർത്താൽ തീർച്ചയായിട്ടും വിശ്വാമിത്രൻ വസിഷ്ഠന് മീതയായിത്തീരും എന്ന് വിശ്വാമിത്രൻ കരുതുകയും അദ്ദേഹം ഒരു ബ്രാഹ്മണനായി തൻ്റെ പുത്രൻ്റെ വിവാഹത്തിന് വേണ്ടി സമീപിക്കുകയും ചെയ്തു. പണമില്ല, എനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം, അങ്ങ് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ എന്താണ് ഞാൻ തരേണ്ടത് എന്ന് ചോദിക്കുകയും എന്തു വേണമെങ്കിലും തരാമെന്ന് പറയുകയും ചെയ്തപ്പോൾ അങ്ങയുടെ രാജ്യം എനിക്ക് വേണം എന്ന് പറയുന്നു. രാജ്യം കൊടുക്കുന്നു. ദാനം ഉറയ്ക്കണമെങ്കിൽ ദക്ഷിണ കൊടുക്കണം. അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല, രാജ്യം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇയാൾ പറയുന്നു, എനിക്ക് 20,000 ഭാരം സ്വർണം വേണം ദക്ഷിണയായി എന്ന് പറയും. അപ്പോൾ എങ്ങനെ കൊടുക്കും? അങ്ങനെ അദ്ദേഹം പറയുന്നു, വാക്ക് പറഞ്ഞതല്ലേ, എന്ത് വേണമെങ്കിലും തരാം എന്ന് പറയുന്നു അദ്ദേഹം. എന്നിട്ട് തന്നെ വിൽക്കുന്നു, തൻ്റെ ഭാര്യയെ വിൽക്കുന്നു, തൻ്റെ മകനെ വിൽക്കുന്നു. അങ്ങനെ ഈ 3 പേരും 3 ഇടങ്ങളിൽ തൊഴിലാളിയായിട്ട് മാറുന്നു. ശ്മശാനം സൂക്ഷിപ്പുകാരനായി ഹരിശ്ചന്ദ്രൻ, ചന്ദ്രമതി മറ്റൊരു ഗൃഹത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് മകൻ. അങ്ങനെ മകൻ പീഡനങ്ങളാൽ മരിക്കുന്നു. കാലം കുറച്ചായി. ചന്ദ്രമതി കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാറിയിരിക്കുന്നു. ഈ ചന്ദ്രമതി മകൻ്റെ ശരീരവുമായി ഈ ശ്മശാനത്തിലെത്തിച്ചേരുന്നു. അതിനെ സംസ്കരിക്കാൻ ഇയാളോട് ആവശ്യപ്പെടുന്നു. അവിടുത്തെ തൊഴിലാളിയാണ് ഇയാൾ. പണം വാങ്ങാതെ അയാൾക്ക് സംസ്കരിക്കാൻ സാധ്യമല്ല. അയാൾ കൈമലർത്തുന്നു. സ്വന്തം മകനെ സംസ്കരിക്കാൻ സമ്മതിക്കാതെ നിൽക്കുന്നു. ആ സമയത്ത് ദേവകൾ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സത്യത്തിലുള്ള നിഷ്ഠ കണ്ട് അനുഗ്രഹിക്കുകയും ഒക്കെ സഫലമായി തീരുകയും ചെയ്യുന്നു. ഈ കഥയാണ് മഹാത്മാഗാന്ധിയുടെ ജീവപര്യന്തം ഊർജമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താ? സത്യാന്വേഷണ പരീക്ഷകൾ അഥവാ ഹരിശ്ചന്ദ്ര കഥ. അങ്ങനെ ബാല്യത്തിൽ ഉൾക്കൊണ്ട ഈ സത്യനിഷ്കർഷയാണ് ഒരു ഘട്ടത്തിലും താൻ നുണ പറയുകയില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്ത ഒരാൾ ഒരു സമരം നയിക്കുമ്പോൾ എന്തൊരു ശക്തിയായിരിക്കും അതിന്, എന്തൊരു വിശ്വാസ്യതയായിരിക്കും അതിന്. ഈ സത്യം
അദ്ദേഹം തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഭിന്ന മതങ്ങളെ സംയോജിപ്പിക്കാൻ ഈ സത്യത്തെ ആധാരമാക്കുന്നു. അതുവരെ ഓരോ മതവും വിശ്വസിച്ചിരുന്നത് ഈശ്വരനാണ് സത്യം എന്നായിരുന്നുവെങ്കിൽ ഗാന്ധി അങ്ങനെയല്ല, സത്യമാണ് ഈശ്വരൻ മറ്റെന്നാക്കി. അപ്പോൾ ഭിന്ന മതങ്ങൾ അദ്ദേഹത്തിന് സ്വീകാര്യമായി എന്ന് മാത്രമല്ല, നിരീശ്വരന്മാരും അദ്ദേഹത്തിന് സ്വീകാര്യമായി. അയാൾ പറയുന്നത് സത്യമാണ്, ഈശ്വരൻ ഇതാണ്. ഏത് മതത്തിനും അത് സ്വീകാര്യം തന്നെ. അവർക്കറിയാം അവരുടെ ഈശ്വരൻ സത്യമാണ് എന്ന്. അങ്ങനെ അദ്ദേഹം എല്ലാ മതങ്ങളെയും സ്വീകരിക്കുകയും, നമ്മളിപ്പോൾ മതേതരം എന്ന വാക്കുകൊണ്ട് കുടുങ്ങിയിരിക്കുക ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ. എന്താ പറ്റിയത്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുക ഈ വാക്കുകൊണ്ട്. എന്താ യഥാർത്ഥത്തിൽ എന്താണ് മതേതരം? മതേതരം സെക്കുലർ എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു വെളിച്ചമാണ്, ഒരു എൻലൈറ്റൻമെൻ്റാണ്. അതിൽ ദൈവമില്ല എന്നും അന്ധവിശ്വാസമില്ല എന്നും യുക്തിയുടേതാണ് വഴിയെന്നും ചരിത്രമാണ് ഗതി നിർണയിക്കുന്നത് എന്നും അങ്ങനെ നമ്മൾ ഒരു ക്രമേണയുള്ള അഭിവൃദ്ധിയുടെ കഥയാണ് മനുഷ്യകഥ എന്നും ഒക്കെ വിശ്വസിക്കുന്നു. പക്ഷേ മതങ്ങളെ അതിന് സ്വീകാര്യമേ അല്ല. അങ്ങനെയുള്ള ഈ മതം ഇതരമാണ് മതേതരത്വം. ഗാന്ധിയുടേത് അതായിരുന്നില്ല. കാരണം ഇന്ത്യയിൽ അത് സാധ്യമല്ല. അതിൽ വർഷങ്ങളുടെയല്ല, സഹസ്രാബ്ദങ്ങളുടെ ശക്തിയുള്ള വേരുകൾ മതത്തിനുള്ളത് കൊണ്ട് തന്നെ അടിയിൽ മതം ശക്തമാണ്, പിടിച്ചു നിൽക്കാനാവില്ല. 50കളിലൊക്കെ എന്ത് ധീരതയോടെയാണ് നമ്മൾ കേരളീയർ ആളുകൾക്ക് മതചിഹ്നങ്ങളില്ലാത്ത പേരുകളിടുകയും മിശ്രവിവാഹങ്ങൾ നടത്തുകയും ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കുകയും. സഹോദരൻ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ ചിന്ത അതായിരുന്നു, ക്ഷേത്ര നമ്മൾ ഉപേക്ഷിക്കണം. വലിയ പ്രശ്നമായിരുന്നു. കുറച്ചു കാലത്തേക്ക് അത് ഫലിച്ചു. ക്ഷേത്രങ്ങളിലൊന്നും ആളുകൾ പോകാതെയായി, ദക്ഷിണ കിട്ടാതെയായി, പള്ളികളിൽ ആളുകൾ ചെല്ലാതായി. അതൊക്കെയായിരുന്നു മതേതരത്വത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ വിജയങ്ങൾ. പക്ഷേ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അറിയില്ലേ പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ശാന്തിക്കാരനൊക്കെ? ഒരു കീറിയ മുണ്ടുകൊടുത്ത് ഒരു പഴകിയ പൂണൂലിട്ട് വന്നിരുന്ന ശാന്തിക്കാരൻ ഇന്ന് സ്വന്തം വാഹനത്തിലാണ്, കാറിലാണ്, ഏറ്റവും പുതിയ കാറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ അവിശ്വാസത്തിൻ്റെ കാലം പിൻവലിയുകയും വിശ്വാസത്തിൻ്റെ കാലം മുന്നോട്ട് വരികയും ചെയ്തു. ഞാൻ വിചാരിക്കുന്നില്ല ഈശ്വരനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന്. മനുഷ്യൻ തന്നെയാണ് ഈശ്വരനെ സൃഷ്ടിച്ചത്, അതിലെനിക്ക് ഒരു സന്ദേഹവുമില്ല. മനുഷ്യൻ്റെ നിസ്സഹായത കൊണ്ടും ഭയം കൊണ്ടും അതിജീവിക്കാനുള്ള ശക്തിയില്ലായ്മ കൊണ്ടും ഓരോരോ ഇടങ്ങളിലായി വ്യത്യസ്തരായ ദൈവങ്ങളെ അയാൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. സങ്കല്പം കൊണ്ട് അയാളെ അതിജീവിച്ചു. പക്ഷെ ദൈവത്തിന് വലിയ ശക്തി ഉണ്ടായിരുന്നു. ഒരു രാജാവിനും ഒരു ചക്രവർത്തിക്കും ഇല്ലാത്ത ശക്തി. ഈശ്വര എന്ന് വിചാരിച്ച് എത്ര ക്രൂര കർമ്മങ്ങളാണ് പിൻവാങ്ങിയത്. കുത്താനോങ്ങുന്ന കൈ, മുകളിലൊരാളുണ്ട് എന്ന ബലത്തിൽ പിൻവാങ്ങിയതിൻ്റെ ചരിത്രം എത്രയാണ്. ലോകത്തിൽ നമ്മൾ പറഞ്ഞ ഈ അഹിംസയെ സാധിക്കുന്നതിന് ദൈവത്തിന് വലിയ പങ്കുണ്ട്. അതിനർത്ഥം ദൈവമുണ്ട് എന്നല്ല. ദൈവത്തെ നാം സൃഷ്ടിച്ചു, അത് തിരികെ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്തു. ആ കഥയുണ്ട്. അതുകൊണ്ട് എന്ത് ദൈവത്തെ, ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഏത് സാഹചര്യമാണോ ഗാന്ധിയെ സൃഷ്ടിച്ചത് ആ സാഹചര്യം കൂടുതൽ തീവ്രമായി നിലനിൽക്കുന്നത് കൊണ്ട് ഗാന്ധി ഇനിയും ഉണ്ടാകും. അതുപോലെ ഏത് സാഹചര്യമാണോ, ഏത് നിസ്സഹായതയാണോ ദൈവത്തെ സൃഷ്ടിച്ചത്
ആ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, കോവിഡുകളൊക്കെ വരുമ്പോൾ വീണ്ടും ക്ഷേത്രങ്ങളിൽ ആളുകൾ നിറയും, പള്ളികളിൽ നിറയും. ദൈവം എന്തെങ്കിലും ചെയ്തിട്ടല്ല, എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ശക്തി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിജീവിക്കുമല്ലോ എന്ന ധാരണ കൊണ്ട് അതങ്ങനെ മുതിരും. അപ്പോൾ എന്താണ്, ഈ വിശ്വാസം വീണ്ടും പുനരാഗമിക്കുകയും സയൻസിനെ അത് പരാജയപ്പെടുത്തുകയും മതേതരത്വം ഒരു പരിധിവരെ കാപട്യമായി തീരുകയും മതേതരത്തിൽ വിശ്വസിച്ചവരൊക്കെ ക്ഷേത്ര ഭാരവാഹികളായി മാറുകയും ക്ഷേത്രത്തിൽ പോവുകയും ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നശിച്ചുപോയ ഒന്നാണ് കേരളത്തിലെ മതേതരത്വം, പ്രത്യേകിച്ചും ഭാരതത്തിലെ മതേതരത്വവും. അങ്ങനെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഊർജം അതാ പാഴായിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അകമേ നമ്മുടെ മതേതരത്വം പോയി ഭാരതത്തിൽ മതാധിഷ്ഠിതമായ ഭരണം വന്നിരിക്കുന്നു. ഈ കേരളത്തിലും അതുതന്നെ വന്നിരിക്കുന്നു. പ്രത്യയശാസ്ത്രങ്ങൾ പിൻവാങ്ങുകയും വോട്ട് സർവശക്തമായി തീരുകയും ചെയ്യുന്നു. മതങ്ങളെ സ്വാധീനിക്കാതെ വോട്ട് ലഭിക്കുകയില്ല എന്ന് വന്നാൽ വീണ്ടും മതാധിക്യം ശക്തിപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ മതാധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവങ്ങളൊക്കെ പിൻവാങ്ങുന്നു, ക്ഷേത്രങ്ങളൊക്കെ ശക്തിപ്പെടുന്നു, പള്ളികളൊക്കെ വലുതാകുന്നു, ലോകം വീണ്ടും പഴയതിലും വലിയ പഴക്കമുള്ള ഒന്നായിത്തീരുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഏറെക്കുറെ ഒരു നിരീശ്വരനെ പോലെ മഹാത്മാഗാന്ധി, അദ്ദേഹം അമ്പലത്തിലൊന്നും പോകാറില്ല, അദ്ദേഹം സത്യമാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുകയും, എന്നാൽ ഇന്ത്യക്കാരന് മതം എന്ന് പറയുന്നത് അതിസൂക്ഷ്മവും അതിശക്തവുമായ ഒരു വിശ്വാസമാണ്, അത് അയാളിൽ നിന്ന് പോവുകയില്ല എന്നും, അതുകൊണ്ട് മതേതരത്വമല്ല ശരി, പിന്നെ എന്തായിരിക്കും, മതാതീതത്വമാണ്. മതമുണ്ട്, അവരുടെ വിശ്വാസങ്ങളൊക്കെ ഞാനിത് അംഗീകരിക്കുന്നു, പക്ഷേ അത് ഭരണത്തിലേക്കൊന്നും കൊണ്ടുവരണ്ട. അങ്ങനെ മതങ്ങളുണ്ട് എന്നും നിങ്ങളുടെ ഈശ്വരനുണ്ട് എന്നും നിങ്ങളുടെ വിശ്വാസം ആയിക്കൊള്ളൂ എന്നും, എന്നാൽ അപരനും അതേ വിശ്വാസമുണ്ട് എന്നും അപരൻ്റെ മതത്തെയും നിങ്ങൾ ആദരിക്കണമെന്നും, അപരവിദ്വേഷമാണ് മതങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ സത്യമാണ് ഈശ്വരൻ എന്ന വിശ്വാസം വരുമ്പോൾ ആ പുതിയ ഈശ്വരൻ്റെ കയ്യിലെ മതങ്ങൾ അപര സ്നേഹത്തെ വളർത്തും എന്നും ഗാന്ധി കണ്ടു. അങ്ങനെ അപരവിദ്വേഷത്തിന് പ്രതിവിധിയായി ഇത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ വലിയ ഇതാണ് മതങ്ങൾ വളർത്തിയിട്ടുള്ള ഒരു വലിയ കാര്യം. എൻ്റെ ഈശ്വരനാ ശരി, നിങ്ങളുടെ ഈശ്വരനല്ല. അതാണ് യഹോവ പറയുന്നത്. മറ്റുള്ളവരുടെ ഈശ്വരനൊന്നും ഒരു ശക്തിയുമില്ല, എൻ്റെ ഈശ്വരനാണ്. അങ്ങനെ ഓരോ മതവും വിശ്വസിക്കുമ്പോൾ ആ മതങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മതങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയാണ്, എല്ലാ പ്രാർത്ഥനകളും അർത്ഥവത്താണ്. മതങ്ങൾ പോലെ ഭൂമിയിൽ മതങ്ങളുടെ സ്വാധീനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ലോകത്തിലെ സാഹിത്യകൃതികളെല്ലാം നിറം മങ്ങിയതായിത്തീരും. ലോകത്തിലെ നൃത്തങ്ങൾ, സംഗീതം എല്ലാം നിറം കെട്ടതായിത്തീരും. എഴുത്തച്ഛൻ്റെ ഭക്തിയാണ് എഴുത്തച്ഛൻ്റെ കവിത്വത്തിൻ്റെ അർത്ഥം. സത്യമായിട്ടും ഈശ്വരൻ ഉണ്ടായത് കൊണ്ടല്ല, പക്ഷെ ഈ വിശ്വാസം, രൂഢമൂലമായ ഈ വിശ്വാസം നിറം പകർന്നിരിക്കുന്നു നമ്മുടെ കലാസൃഷ്ടികൾക്കെല്ലാം തന്നെ. അതിൻ്റെ ശക്തി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മനുഷ്യൻ ദുർബലമായി തീരും. അതുകൊണ്ട് അത് നിലനിൽക്കണം. അതുകൊണ്ട് എല്ലാ മതവിശ്വാസങ്ങളും പുലരണം, പരസ്പര മൈത്രിയോടുകൂടി പുലരണം. നിങ്ങളുടെ വിശ്വാസവും ശരിയാണ്, എൻ്റെ വിശ്വാസവും ശരിയാണ് എന്ന ലോകത്തിൽ, ഈ വൈവിധ്യത്തിൽ ഇന്ത്യ പുലരണം എന്ന് വിചാരിച്ച് എല്ലാറ്റിനും മീതെയായി സത്യത്തെ പ്രതിഷ്ഠിക്കുകയാണ് ഗാന്ധി ചെയ്തത്. നമ്മളിപ്പോൾ സത്യമില്ലാത്ത ഒരു കാലത്തേക്ക് വരുന്നു. എന്താ സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ? നേരത്തെ സത്യത്തിനായിരുന്നു ശക്തി. നമ്മൾ എന്തിനാ നുണ പറയുന്നത്? സത്യമാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അതൊരു കാലം. ആ കാലത്തിന് ശേഷം ഇപ്പോൾ
സത്യാനന്തര കാലം വന്നപ്പോൾ എന്താണ്? ശക്തിക്കാവുന്നു സത്യം. നേരത്തെ സത്യത്തിനായിരുന്നു ശക്തിയെങ്കിൽ ഇപ്പോൾ ശക്തിക്കാണ്, പവറിനാണ് സത്യം. ആ കാലത്തിനാണ് പോസ്റ്റ് ട്രൂത്ത് പീരീഡ് എന്ന് പറയുക. അതാണ് ട്രംപിൻ്റെ വിജയം നമ്മളോട് പറയുന്നത്. അതാണ് പുതിയ പുതിയ ഓരോ കാര്യങ്ങളും നമുക്ക് പറയുന്നത്. നുണ പറഞ്ഞതിൽ ഒരാൾക്കും കുറ്റബോധമില്ലാതായിത്തീരുന്നു. അതാണ് സത്യാനന്തര കാലം. അപ്പോൾ എന്താണ് ഒരു പോംവഴി എന്ന് പിന്നോട്ട് ചിന്തിച്ചാൽ ഗാന്ധിയെപ്പോലെ ഒരാളുടെ ദർശനം നമ്മളുടെ മുമ്പിലേക്ക് വരും. അതുപോലുള്ള നേതാക്കൾ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, മതങ്ങൾ എല്ലാം അനിവാര്യമാണ് എന്ന് വരും. അങ്ങനെ ഒരു വഴിയിലൂടെയല്ലാതെ മനുഷ്യന് അതിജീവിക്കാൻ സാധ്യമേ അല്ല എന്ന് വരും. അപ്പോൾ ഈ അഹിംസ, അതുപോലെ ഈ സത്യനിഷ്ഠ, ഇതൊക്കെ ഉപരിയായിട്ട് എൻ്റെ കവിതയിൽ നേരത്തെ